എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ നമ്മുടെ ജനജാഗ്രത സമിതി, അതുപോലെ VSS, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഓഫീസർമാർ അവരുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷം നമ്മൾ ചേലമല ഭാഗത്ത് നിൽക്കുന്ന ആനയെ അവിടുന്ന് മാറ്റാനായിട്ടൊരു ശ്രമം നടത്തുവാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. നമ്മുടെ തട്ടേക്കാട് മുന്നേക്കാട് റോഡിൽ വരുന്ന വാഹനങ്ങൾ ആനയുടെ ഭാഗത്തേക്ക് തിരിയുന്ന ഭാഗത്തേക്ക് ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വാഹനങ്ങൾ തടഞ്ഞ് ഞങ്ങളെ സഹായിക്കണം. അതുപോലുള്ള ക്രമീകരണങ്ങൾ എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ പുന്നേക്കാട് തട്ടേക്കാട് റൂട്ടിൽ നിരന്തരമായിട്ടുള്ള ആനശല്യങ്ങൾ ഓരോ ദിവസം പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും VSSും അതുപോലെ തന്നെ ജാഗ്രതാ സമിതി എല്ലാം സംയുക്തമായിട്ട് നിരവധി പ്രാവശ്യം ഈ ആനകളെ നമ്മൾ ഇവിടുന്ന് കാട്ടിലേക്ക് ഓടിച്ച് പുഴ കടത്ത് വിടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇതെല്ലാം ഓടിച്ചു വിട്ടാലും ജീവിയാണ്. അത് നമ്മൾ വിട്ടേ അന്ന് തന്നെ വൈകുന്നേരം തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പഞ്ചായത്തും VSSും ജാഗ്രതാ സമിതിയും പൊതുജനങ്ങളെല്ലാം വളരെ ജാഗരൂകരായി ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ ആന വാച്ചേഴ്സും അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പൊതുജനങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ആന വാച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആനകളുടെ എണ്ണം പെരുകി വരുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ആനകളുടെ എണ്ണം നമുക്കറിയാം, പണ്ട് പറഞ്ഞതുപോലെ ഒന്നുമല്ല. ആനകളൊന്നും ഈ ഒരു 4-5 കൊല്ലമായിട്ടാണ് ഇതുപോലെ രൂക്ഷമായ ശല്യം നമ്മുടെ പഞ്ചായത്തിലുണ്ടാകുന്നത്. എന്തായാലും നമുക്ക് സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് ഫെൻസിങ് നമുക്ക് അനുവദിച്ച ഹാങ്ങിങ് ഫെൻസിങ്ങിന് ടെൻഡർ ആയിട്ടുണ്ട്. ഉടൻ തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിക്കും. നമ്മുടെ പുഴയറമ്പിൽ കൂടി ഇടുന്നതുകൊണ്ട് അത് വളരെയധികം ഉപകാരപ്രദമാണ്. പുഴയറമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായ മെയിൻ്റനൻസോടും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആനകളെ കൂടെ കയറുവാൻ സാധ്യതയില്ല. പക്ഷേ എന്നിരുന്നാലും അതിനുള്ള നമുക്കെന്തായാലും ആന കയറി പഠിച്ച സ്ഥിതിക്ക് തീറ്റ തേടി ആനകൾ വീണ്ടും കടന്നു വരുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്താണെങ്കിലും നമ്മളെല്ലാം വളരെ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴയുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ റൂട്ടിൽ പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയും നമുക്കിവിടെ 11 kV ലൈനുള്ളൂ. LT ലൈൻ ഇല്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട MLA വെച്ചിരിക്കുന്ന ഒരു ഫണ്ട് എത്രയും വേഗം അനുവദിപ്പിച്ച് തരാമെന്ന് ബഹുമാനപ്പെട്ട കളക്ടറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് 10, 60, 70ഓളം പോസ്റ്റുകളിൽ കൂടെ സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ സാധിച്ചാൽ ഈ റൂട്ടിലെ ആളുകൾക്ക് വെട്ടം കിട്ടും. ഇന്നലെ ആണെങ്കിലും നമ്മൾ പഞ്ചായത്ത് MS സ്വാമിനാഥൻ ഫൗണ്ടേഷനും അതിൻ്റെ കെയർ ഓഫിൽ നമുക്ക് 10ഓളം സോളാർ ലൈറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അത് ഈ റോഡരികിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ നിരന്തരമായി ആന ഇറങ്ങുന്ന ഭാഗത്താണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നിരന്തരമായി നമ്മൾ എല്ലാവരും സംയുക്തമായിട്ടുള്ള പോരാട്ടമാണ്. ഇതിനകത്ത് ആരെയും നമുക്കൊന്നും പറയാൻ പാടില്ല. വന്യമൃഗത്തിന് ഇവിടെ നമുക്ക് വേറെ ഇതിൻ്റെ നിയന്ത്രണം വളരെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വനംവകുപ്പിനോടും സർക്കാരിനോടും ഒക്കെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പരിഹാര മാർഗം. അതുപോലെ ട്രെഞ്ച് കൂടി താത്തിയാലാണ് ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇന്ന് നമ്മുടെ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുമാണ് ഈ കൂടിയിരിക്കുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കറോഫിൽ നമ്മളിപ്പോൾ വനത്തിൽ കയറി നിലവിൽ 5-8 ആനകൾ ഇവിടെയുണ്ട്. അതിനെ ഓടിച്ചുവിടാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. നമുക്കറിയാം, ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നിരവധി സഞ്ചാരികൾ റൂട്ടിലുണ്ടാവും. അതുകൊണ്ട് അതിനൊരു പ്രീക്കോഷൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഗ്രൂപ്പിലേക്ക്